അതിലൊന്നിലടിയന്റെ മധുണ്ടതേത്
ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജലാധര ചന്ദ്രജലാധര ശിവനേ, തുംഗജലാധര ചന്ദ്രജലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നത് സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല വേണു ഗോപമായ രാജിത സഗുണ ജയശീല. നട്ടടും തേരുന്നില്ലേ താരതിനെന്താരാ
കരുനോക്കേ തെയ്യാതിനെന്താരാ ആദ്യത്തെ കരുകൊണ്ടേ തരതിനെന്താരാ തെയ്യാതിനെന്താരാ തരതിനെന്താരാ തെയ്യാതിനെന്താരാ തരതിനെന്താരാ அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு 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 இது போடு கையாலே ഒന്നോട് ഒരുകഥ ഉപ്പുമുട്ടയെടുക്കിനെ ഒന്നോട് കണ്ണപൊതി കണ്ണമുട്ടിയാടവരെ ഇന്ന നടപ്പോതുമാ ഇന്ന കൊഞ്ചം വരുമാ ഇന്ന നടപ്പോതുമാ ഇന്ന കൊഞ്ചം വരുമാ அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு 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 இழுத்து போடு கையாலே കഥാപുസ്തകമാണ്. എന്റെ കഥയുടെ പേരാണ് റൂത്ത്. എന്നും പടർന്നു നിൽക്കുന്ന പച്ച പുൽമേടുകളും കുന്നുകളും വയലുകളും താഴ്വരകളും നിറഞ്ഞ ആ മനോഹരമായ ഗ്രാമത്തിലേക്ക് ഞാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു ചെറിയ വീട്. യഹൂദ വനിതയായ നവോമിയുടെ നവോമിക്ക് രണ്ട് ആൺമക്കളാണുള്ളത്. അവരുടെ പേരാണ് മഹലോനും കിലിയോനും. അവരിന്ന് വിവാഹിതരായി. രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അവരുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ പേരാണ് ഓർഫയും രൂത്തും. ഓർഫയും രൂത്തും അതിലാവണ്യപതികളാണ്. കൈതപ്പൂ നിറമുള്ള സുന്ദരിമാര്. കലമാൻ മിഴികളിൽ സ്വപ്നം മയങ്ങുന്ന ശാലീന തരുണി. മറുതാനി മറുതാനി വിടേ അടിപൊളി നീ പാടി മറുതാനി വിടേ അടിപൊളി നീ പാടി ആകാരം വന്നിരുന്ന സായാഹ്ന നിജமான കാതല നിലയാന പരന കഥനോസை എന്നാടും പോയത്
പൂരം കൊടിയേറി മക്കളെ. അങ്ങോട്ട് നോക്കാം. സുനീത, ഞാൻ എത്തിയിട്ടില്ല. ഞാൻ എത്തി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്?
മലത്തേങ്കിലേ വന്നു പോയതറിഞ്ഞില്ല മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല ഓമനേ നീ വരും നാളുമെന്നീരുന്നു കളറാവട്ടെ
തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്. അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ? ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ തലയ്ക്കുമീതേ സൂര്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ അടലിൻ പഞ്ചാബിൻ നടുവിൽ അഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോ അഴലിൻ പഞ്ചാബിൻ നടുവിൽ അഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോ आजा जिंद शामी आने के तले आजा जरी वाले नीले आसमाने के तले आजा आजा जिंद शामी आने के तले
ചിരിച്ചും കളിച്ച് 40 വർഷം കടന്നു പോയെന്ന് അറിയില്ല. ശരിയാ അച്ചായ. ഇന്ന് നമ്മുടെ 40ാമത്തെ വിവാഹവാർഷികമാണ്. ഇനി എത്ര ആള് ഈ ഭൂമിയിലുണ്ടാവോ? അങ്ങനെ പറയല്ലേ അച്ചായ. മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ. അതല്ല അച്ചായ, ഈ വർക്കിച്ചില്ലെങ്കിൽ ഈ ത്രേസ്യ കുട്ടി ഇല്ല. ഈ ത്രേസ്യ കുട്ടി ഇല്ലെങ്കിലോ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്താ? അല്ല എനിക്ക് ആലോചിക്കേണ്ടി വരും. അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചാന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നേ. അതാവുമ്പോ ഒരു കൂട് പോലെ നശിക്കുള്ളൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അത് നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. ഇനി നമ്മുടെ മക്കളൊക്കെ വരാറായി. നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ ചെല്ല്. ഇപ്പൊ വരാം. നിന്റെ അപ്പച്ചനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അപ്പൊ അമ്മച്ചി പോയ അപ്പച്ചി ഒരു കേക്ക് എടുക്കാൻ പോകുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കാണുന്നേ? നിങ്ങൾ ആരാ പോയ ശരിക്കും? എന്താ നിനക്ക് പറ്റിയത്? പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറയാൻ വിളിച്ചു വരുന്നത്? ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാമ്പുകൾ അങ്ങോട്ട് വരാനില്ല. നിന്നോട് ഞാൻ പറഞ്ഞോളൂ. അല്ല, നീ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്ത് തിരക്ക്? വെറോണിക്ക അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്ത് പഠിക്കുന്നത്? അവക്ക് അപ്പച്ചൻ ഒരു 10-16 ഭാഷ അവള് കൈകാര്യം ചെയ്യുമല്ലോ. 16 ഭാഷ അറിയാം. നിന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ ഉണ്ട ചീത്ത എനിക്ക് വിഷയമാ. അപ്പച്ചന്റെ മോളല്ലേ, എനിക്ക് ഒറ്റ ഭാഷ അറിയാവുള്ളൂ. നിനക്ക് അതെ നിന്നെ വിളിച്ചു വരുത്തി വേറൊന്നുമില്ല. അപ്പച്ചന്റെ അമ്മച്ചിന്റെ 40ാമത്തെ വിവാഹവാസികളാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നിന്ന് ആഘോഷിക്കണം. മോളിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും. അയ്യോ, മോളിക്കുട്ടിയും സതിക്കുട്ടിയും വന്നു. എവിടെ? അയ്യന്മാരുടെ സ്നേഹം നോക്കണി. ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കേണ്ടത്. കറുപ്പാച്ചിനെ കെട്ടിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞാലേ. എന്താ പ്രശ്നം? എന്റെ അപ്പച്ച ഇവൻ നാട്ടുകാരോട് ഇവിടെ പറഞ്ഞു നടക്കുന്നത് എന്നാന്നറിയോ? എന്റെ അമ്മച്ചി ഇവൻ പറയാ എനിക്ക് ഗൾഫിലുണ്ടല്ലോ ഒട്ടകത്തെ കറങ്ങുന്ന പണിയാണെന്ന്. എന്റെ ഈ പാവച്ചാരുണ്ടല്ലോ അവിടെ ഈത്തപ്പനെ കയറുന്ന പണിയാണെന്ന്. അതൊക്കെ മോശമായിപ്പോഴാണ്. സത്യത്തിൽ എന്താ നിൽക്കാണോ പണി? എന്റെ അപ്പച്ച ഈ ഒട്ടകത്തെ കറങ്ങാൻ ഞാനാ. ഇവിടെ ആ തെങ്ങുമ്പേ കയറുന്നത് അറിയാം. വിഷമാണെന്ന് ഇവരെന്താ പണി ചോദിച്ചു? ഇവര് അമേരിക്കയിൽ എന്താ പണി ചോദിച്ചു? ഞാൻ സേവ് ന്യൂയോർക്കില് ഡിപ്പാർട്ട്മെന്റില്ല. അവൻ ഓഫീസിലാണ്. സേവ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. കൂത്തുവാറിലാണ് എന്റെ പണി അറിയാമോ? മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അതെ വിളിച്ചു വന്നേക്കാ കാര്യത്താ. അതെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ 40ാമത്തെ വിവാഹവാർഷികമാണ്. അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം ഒട്ടും പാഴാക്കണ്ട. കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാമോ? ഉദ്ഘാടനച്ചപ്പനുണ്ട്. കേക്കിൽ തൊട്ട് പോകരുതോ? ഞാനില്ലാതെ കുമ്പസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും. കുർബാന നടത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല. ഫുഡിന്റെ പരിപാടി കഴിഞ്ഞില്ല. നീ ദൂരെ പോകുക, നീ ദൂരെ പോകുക. നിന്നെ പോലെ ജീവികളാണ് ഇപ്പൊ വരക്കുന്നത്. ദൂരെ പോകും, ദൂരെ പോകും. അയ്യാക്കാൻ ഒവാനല്ല വക്കീൽ. വവ്വാലിലും വായുണ്ട്, വക്കീലിലും വായുണ്ട്. നീ ഇപ്പൊ വായുവിലൂടെയാണ് പകരുന്നത്. നീ വായെടുത്ത് മാറി നിൽക്കുക. അല്ലെ ഞാൻ പോകാൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. അഡ്വക്കറ്റുമാരിൽ പോത്തലുണ്ടോ? അഡ്വക്കറ്റ് കുഞ്ഞറിയ പോത്തൻ മാക്കാച്ചി പറമ്പ്. എങ്കിൽ അഡ്വക്കറ്റ് മാക്കാച്ചി അങ്ങോട്ട് മാറി നിൽക്കും. അച്ഛോ
ഞങ്ങളുടെ കുടുംബമൊക്കില്ല. ഇത് കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. എന്നാ ഞങ്ങൾ കുറിക്കട്ടെ. സെന്ററിലിരിക്കോ, ഇങ്ങോട്ട് മാറി നിൽക്കോ, അടുത്ത് നിൽക്കാം. രണ്ടുപേരും ദൈവത്തെ നന്നാക്കി ധ്യാനിക്കുക. കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക. 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി. രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കും. 2 പീസും 2 കയ്യിലെടുക്കും. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കൂ. അത് ശരിയാകില്ലേ? ഇതിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിൽ വെക്കൂ. ഞാൻ ഇതെടുത്തോളാം. നാൽപ്പതാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർഗീച്ചായൻ, അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല, അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛാ 1 മിനിറ്റ്. വെറോണിക്ക അമേരിക്കുന്ന ലൈവിലുണ്ട്. അല്ല എല്ലാവരും കാണട്ടെ. നിന്നെ വേണ്ട, അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കട്ടെ, അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ, ഈ വർഗീച്ചിനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പോൾ 1977. ഞാൻ ഇവിടെ വികാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിമേടിയിലേക്ക് ഈ വർഗീച്ചൻ എന്ന് പറയുന്ന ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കപ്പ കട്ടുമാർക്ക് നീന്നവനാണ് ഈ വർഗീച്ചൻ എന്ന് പറഞ്ഞ മെലിച്ചാടി. അന്ന് ഞാൻ കപ്പിയാലും കൂടി ഒരു മൽപിടുത്തത്തിലൂടെ ഈ വർഗീച്ചനെ ഞങ്ങൾ പിടിച്ചു, തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി. നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലി കഴിഞ്ഞു പോയപ്പോൾ ആ കെട്ടഴിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങ കട്ടവനാണ് ഈ അങ്ങനെ കപ്പയും തേങ്ങയും കട്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർഗീച്ചനിക്ക് ഞാൻ ഇതിലും വേറെ ഒരു നീറ്റെടുത്ത് എന്റെ തെങ്ങ്. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. கிருஷ்ணா, உன்னை
ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞിട്ട് ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനെ. ശോ, അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റു രണ്ടെണ്ണത്തിന് കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാരൻ? ഓ, ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയാ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ലെന്നേ. പിന്നെ വല്ല ആപ്പിൾ പറിക്കാനെങ്ങാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയില്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമെന്ന്. എന്ത് ചെയ്യാനാ, ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഓ, നിർത്തടി. നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? മലയാളമായിരുന്നു. ഓഹോ, എന്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ. നീ ആദ്യം ഇത് പറ. 10 million ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും? അല്ലല്ല, ഫാൻസ് അതൊക്കെ വിടും. പിന്നെ മണവാളം വരാറായോ? മണവാളൻ എന്നൊരു ക്യാപ്ഷനോടെ ഇട്ട പൊളിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ആ, ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടും ഇല്ല, കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഓ, ഇതിനിടയ്ക്ക് അത് കണ്ടുപിടിച്ചോ? യജമാനൻ വരാറായും തോന്നുന്നു. നമുക്ക് എന്നിട്ട് സ്തുതിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്ത് വെപ്രാണ പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ നമുക്ക് വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക. അയ്യോ, ഞാനെന്നെ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വിളിക്കാല്ലേ? ചോദിക്ക, ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുപോയിട്ടുണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്കൂടി പകർന്നു തന്നാൽ അത് നിങ്ങൾക്കും തരാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങണതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞാൽ നീ ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കണ്ടാണ്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ ഇതിന് ഇവരോട് ബാക്ക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോകാം. വെള്ളയും വെള്ളിട്ട് ഇറങ്ങിക്കോളും ഓരോരോ മാരണങ്ങള്. കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയം. കയ്യിലിരിപ്പാണെങ്കിലോ രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. 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 ഇവിടുമാരത് എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണം തലയും കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാരകത്ത് ഒരു കഥ കളിച്ചെന്നാ തോന്നണേ. ഇനി നമ്മളെ പിടിച്ചെങ്ങനെ മുങ്ങിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നോന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതുക്ക് തന്നെയുണ്ട്. ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെൻട്രലിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥക് തുറക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇവിടെ മാറിയേ. ഇല്ലാത്ത നേരം ഉണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോ തുറക്കൂലാന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ.
ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദ ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താണീ പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലറുകൾ കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണം? വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കത് പേടിയാവുന്നു. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണമറ്റിയ വിളക്കുമായി തേടുന്ന ജീവിതം, വീടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, ചേർന്നിടും മണവറയിൽ ലോകമോഹങ്ങൾ വെടിഞ്ഞു, ആരാലും വെറുക്കപ്പെട്ടോ, വിശുദ്ധി കാത്തു സൂക്ഷിച്ചോ, ഏവരും കാണും സദസ്സിൽ. കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. വരവേറ്റ മാസമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ, പ്രിയനിൻ വരവേറ്റ മാസമേ.
നമുക്ക് ഈ യാത്ര നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ആരംഭിക്കാം. വീടു പണിയുവാൻ ലോണിനായി നാങ്കിൽ നിറഞ്ഞി വീടു പണിയുവാൻ ലോണിനായി നാങ്കിൽ നിറഞ്ഞി ആകെ കടത്തി കുടുങ്ങി ഞാൻ കെട്ടുതാലി പോലും പണയത്തിനായി കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. എന്റെ കർത്താവേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യേ? എടി മറിയക്കുട്ടിയെ, എടി മറിയക്കുട്ടിയെ, എന്നാ പറ്റിയടി? ചുറ്റിപ്പിടിച്ച് വാങ്ങിന കാശ് മുടക്കി വാങ്ങിന അയ്യോ ഈ സാരി കീറിപ്പോയി. കസവിന്റെ കരയുള്ള സാരിയ പളപള തിളങ്ങണ സാരിയ അയ്യോ ഈ സാരി കീറിപ്പോയി. അച്ഛാ, നിനക്ക് സാരി കീറിപ്പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. എടി 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 എടി, നിനക്കും കൂടി അറിയാവുന്നല്ലേ ഈ വീടിന്റെ അവസ്ഥ? ഓ എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാടും ലഭിക്കും സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ, എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. ഈ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും ദൈവേ. നിങ്ങളിങ്ങനെ ദൈവത്തിനെ വിളിച്ചോണ്ടിരുന്നോ? എന്റെ മനുഷ്യനെ ഒരു പണി വേലില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ, നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ? ഓ പിന്നെ എടി, അനിയന് വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? വലിയ കാര്യം. എടി, ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ ഓ, വയസ്സായ അപ്പനെയും വല്യാപ്പനെ ഞാൻ നോക്കണില്ലേടി? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മതിയെ കുട്ടി, എന്നാന്നേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഓ പോടുന്നു. അയ്യേ, അതല്ല. പിന്നെന്നാ? ദേ, ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാ വഴിയാ? എടി, കടലിന്റെ കര പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ, കടലിന്റെ കര പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. അറബിയുടെ വീട്ടിലെ അലമാരക്കുള്ളിലെ അടുക്കി കെട്ടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. എന്നാ പോ, എന്നാ പോ, എന്നാ പോ. ഓനെ ജോർജ് കുട്ടിയേ. ഓ, ദേവൻ അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയെങ്കിലും പോയത് കിടക്കാൻ പാടില്ലേ? അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കത്താനാണല്ലോ ധൃതി. എടാ, നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ ജോർജ് കുട്ടിയെ? അപ്പൻ ഇവിടെ എന്തിന്റെ പുറകെണ്ടെന്നാ പറയണത്? എടാ, നീ ഏത് നേരം ഈ പെണ്ണുപിള്ളയുടെ പുറകെ എങ്ങനെ നടന്നിട്ട് എന്താണ് ആ കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നാ പറഞ്ഞു? കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ. ആ, ഈ നിൽക്കുന്ന കുരിശ് ഇവിടെ വന്ന് കയറിയപ്പോഴാണ് ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അപ്പനാണ് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെണ്ണുപിള്ളനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല. എടാ ജോർജ് കുട്ടി, ഇവള് ഇവിടെ കാട്ടിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ. ഇവിടെ എന്ത് കാണിച്ചെന്ന് അപ്പം പറയണത്? ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായ കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിമ കുഞ്ഞു കുടിച്ചിരുന്നിട്ട് മടുത്തു മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായ കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിമ കുഞ്ഞു കുടിച്ചിരുന്നിട്ട് മടുത്തു മോനേടാ. അയ്യോ അയ്യോ അയ്യോ, എന്നെ തല്ലിക്കൊന്നേ. എന്റെ കർത്താവേ,
10 വയസ്സുണ്ടാവില്ല. എന്റെ 50 ഇല്ല. ഇല്ല. എന്റെ 50 ഇല്ല. ഇല്ലെന്ന്. എടാ, ഈ പാവപ്പെട്ട വല്യപ്പെട്ട മോഹോന്ന് പേജിൽ ചെയ്യാനും ഈ നനച്ച മുടിയൊന്ന് ഡൈ ചെയ്യാനും 50 ചോദിച്ചപ്പോ നിന്റെ കയ്യിൽ 50 ഇല്ല. ഓ കിളവന്റെ ഒരു പൂതിയേ. ഈ എന്താടാ വെട്ടം നോക്കി കൂടെ കളിയടാ. ഓ ഇത് നിർത്ത്. ഇത് എന്താ നിങ്ങളുടെ വിഷമം? ഞങ്ങളുടെ വിഷമം എന്താ? ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ വെറുത്തുപോയവനാ. തലതെറിച്ചവനാ. പണ്ടുകൂറി നടത്തിയവനാ. പൊളിഞ്ഞ പത്തെറിയും കേട്ട് നാട് വിട്ടവനാ. പറയും പറയാനറിയില്ലേലും ഓറൻ തെറികൾ ചോറായി പറയും കറിയാ. ചെറിയാറ്റന്റെ ഭാര്യമറിയാമേലെ സ്വർണ്ണമാല പറിച്ചെടുത്ത് മറിച്ചു വിറ്റവനാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം നീ വെറും കച്ചറയാന്ന്. ടെലിഫോണിന്റെ 3500 ബില്ല് ഒന്ന് തിന്നിട്ട് അത് അടക്കണം കേട്ടോ. കേബിൾ ടിവിയുടെ ബില്ലടച്ചില്ലെങ്കിൽ പാചകജാലി കാണാൻ പറ്റൂല. ഒന്ന് നിർത്തണ്ട നിങ്ങളുടെ കൊടുക്കത്ത ഒരു ബില്ല്. ഓ പല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാത്തൊരു ബില്ല് ബില്ല് പല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാത്തൊരു ബില്ല് ബില്ല് പല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാത്തൊരു ബില്ല് ബില്ല് നിങ്ങൾ ബില്ല് അടച്ചാലും കൊള്ളാം അടച്ചില്ലെങ്കിലും കൊള്ളാം. എനിക്ക് ഞാൻ പറഞ്ഞ സാരി വാങ്ങി തരണം. കൊല്ലുന്ന ആ സാരി മേടിക്കാൻ എനിക്ക് ജീൻസ് ടീഷർട്ട് എന്തായാലും മേടിക്കണം. ഒന്നും മേടിക്കണ്ട. നീ എനിക്കൊരു ഷൂസും ഒരു ബർമുഡയും ഒരു തൊപ്പിയും മതി. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ചേട്ടാ പാർട്ടിക്ക് തരാന്ന് പറഞ്ഞ 3500 രൂപയുടെ ഫണ്ട് ഇപ്പൊ തന്നെ തരണം. ഓ എന്റെ കർത്താവ് ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ.